ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കാം. അതിന് നമുക്ക് 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ് എടുത്തത്. 15 മിനിറ്റ് കുതിർത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 മീഡിയം സവാള വറുത്തതും കാഷ്നട്ടും കിസ്മസ് വറുത്തതും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത്. അതിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കണം. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി വെട്ടി തിളക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 പട്ട, 2 ഏലക്ക, 1 തക്കോലം ഇത്ര ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇതേ പരുവത്തിന് എടുത്താൽ മതി. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം ചോറൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, കാഷ്നട്ട്, കിസ്മസ് ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുക.